നമസ്കാരം. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക ഇന്ത്യൻ നാവിക താവളങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. ശ്രീലങ്കൻ തീരത്ത് ഒരു കപ്പൽ മുങ്ങിയ സംഭവത്തിന് പിന്നാലെ ഉയർന്ന ഈ ആരോപണങ്ങളെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അടിസ്ഥാനരഹിതവും പൂർണ്ണമായും വ്യാജവുമായ പ്രചരണം എന്നാണ് വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടിനെ സംശയപ്പെടുത്താനുള്ള ശ്രമങ്ങളായി ഇത്തരം വാർത്തകളെ സർക്കാർ വൃത്തങ്ങൾ കാണും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കഴിഞ്ഞ ഒരു ദശകമായി സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന വിദേശ നയ സിദ്ധാന്തം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ പ്രധാന ശക്തികളുമായി ബന്ധം നിലനിർത്തിയാലും ഇന്ത്യയുടെ ഭൂമിയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നത് ഇന്ത്യയുടെ സ്ഥിരമായ നിലപാടാണ്. മുൻ US ആർമി കേണൽ ഡഗ്ലസ് മാക്ബെയ്ൻ ഒരു അമേരിക്കൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. ഇറാന്റെ ആക്രമണങ്ങളിൽ തങ്ങളുടെ തുറമുഖങ്ങളും നാവിക താവളങ്ങളും നശിപ്പിക്കപ്പെട്ടതിനാൽ US നേവിക്ക് ഇന്ത്യൻ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. എന്നാൽ ഈ പ്രസ്താവന പൂർണ്ണമായും തെറ്റാണെന്നും ഇത്തരം കെട്ടിച്ചമച്ച കാര്യങ്ങൾ വിശ്വസിക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടങ്ങിയ യുദ്ധം 6ാം ദിവസവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് US അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലായ IRIS ദേന മുങ്ങിയിരുന്നു. ഈ സംഭവത്തിൽ 87 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യയുമായുള്ള സൗഹൃദ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഈ കപ്പൽ ഇതിന് പിന്നാലെയാണ് ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് US നാവികസേന ഇന്ത്യയുടെ നാവിക താവളങ്ങൾ ഉപയോഗിക്കുന്നതിനായുള്ള പ്രചരണങ്ങൾ വന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. എല്ലാ വിഭാഗങ്ങളും സംയമനം പാലിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സമാധാന ചർച്ചകളിലേക്ക് നീങ്ങണമെന്നുമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. അമേരിക്കയുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമായും പ്രത്യേകിച്ച് ഇറാനുമായും തന്ത്രപ്രധാന ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ്. അതിനാൽ ഇന്ത്യ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകുന്നു എന്ന ആരോപണം നയതന്ത്ര യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാത്തതാണെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിവാദം വീണ്ടും ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: ഇന്ത്യയുടെ വിദേശ നയം സ്വതന്ത്രവും തുല്യതയുള്ളതുമാണ്. ഇന്ത്യ ലോകത്തിലെ പ്രധാന ശക്തികളുമായി സഹകരിച്ചാലും സ്വന്തം ഭൂമിയെ ഒരു സൈനിക സംഘർഷത്തിന്റെയും കേന്ദ്രമാക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്ന സന്ദേശമാണ് സർക്കാർ പലകുറി നൽകിയത്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ യുദ്ധത്തിനേക്കാൾ സംവാദം എന്ന നിലപാടാണ് ആവർത്തിച്ച് മുന്നോട്ട് വെച്ചത്. റഷ്യ-യുക്രൈൻ യുദ്ധം മുതൽ മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ വരെ പല വിഷയങ്ങളിലും ഇന്ത്യ സമാധാനപരമായ പരിഹാരമാണ് എല്ലായ്പ്പോഴും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ യാഥാർത്ഥ്യത്തെക്കാൾ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായാണ് പലരും കാണുന്നത്. ഔദ്യോഗിക വിശദീകരണത്തിലൂടെ ഇന്ത്യ വീണ്ടും വ്യക്തമാക്കുന്നത് ദേശീയ താൽപര്യങ്ങളും പ്രാദേശിക സമാധാനവും സംരക്ഷിക്കുന്ന സ്വതന്ത്ര വിദേശ നയം തുടരും എന്നുള്ളത് തന്നെയാണ്.